ഹലോ ഗായ്സ്, അപ്പോൾ സിമ്പിളായിട്ടൊരു ബാജിയുടെ റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന 2 ഉരുളൻകിഴങ്ങാണ്. അത് കുക്കറിലേക്ക് ഇട്ടു, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക. വേവിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ തൊലി ഇങ്ങനെ പൊളിച്ച് കളഞ്ഞതിന് ശേഷം അത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക. നല്ലപോലെ ഉടയ്ക്കേണ്ട, ഇച്ചിരി കട്ട കിടക്കുന്ന പോലെ ഉടയ്ക്കുക. അന്നേരത്തേക്കും നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാം കേട്ടോ. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പില എന്നിവ സാധനങ്ങളൊക്കെ റെഡിയാക്കി വയ്ക്കുക. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. നല്ലപോലെ വഴറ്റിയെടുക്കുക. നല്ലപോലെ വഴണ്ട് വരുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മളവിടെ ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വെള്ളം ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടിപ്പോയാൽ കൊള്ളത്തില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ലപോലെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നതിന് ശേഷം ഒരു ചെറിയൊരു വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി ഉള്ളപ്പോൾ തന്നെ ഓഫാക്കുന്നതാണ് നല്ലത്. കാരണം ഒത്തിരി കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ ബാജിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇച്ചിരി വെള്ളം നിൽക്കുന്നത് പോലെ ആകുമ്പോഴത്തേക്കും ഫ്ലെയിം അങ്ങ് ഓഫാക്കിയേക്കുക. താങ്ക് യു.